ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 പ്രകാരം സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വിവാദ ഹർജിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും CPM-ഉം പരസ്പരം പോരടിക്കാൻ ഒരുങ്ങുകയാണ്. ധൂർത്തും അശ്രദ്ധമായ കടമെടുപ്പും അയഞ്ഞ നികുതി ഭരണവും മൂലം കേരളത്തിലെ സാമ്പത്തിക അസ്ഥിരതയിൽ നിന്നും വീണ്ടെടുക്കാനാണ് ഇത്തരത്തിലൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന ആവശ്യവുമായി മുന്നോട്ടു പോകുന്നത്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം രാഷ്ട്രപതിയുടെ നിയന്ത്രണത്തിലാകും. ശമ്പളവും ആനുകൂല്യങ്ങളും വെട്ടിച്ചുരുക്കാനും സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും രാഷ്ട്രപതിക്ക് കഴിയും. ഒരു ഗവർണർക്ക് ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുമോ? എന്താണ് ഈ ഗവർണർ പദവി? എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ തിരഞ്ഞെടുക്കുന്നത്? എന്തെല്ലാം യോഗ്യതകളാണ് അദ്ദേഹത്തിന് വേണ്ടത്? എന്തെല്ലാം അധികാരങ്ങളാണ് അദ്ദേഹത്തിന്റെ പരിധിയിൽ വരുന്നത്? ഒരു സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനാണ് ഗവർണർ. രാജ്യത്തിന്റെ രാഷ്ട്രപതി എന്നതുപോലെ തന്നെയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവിയും. ഒരു രാജ്യത്തിന്റെ പ്രഥമ പൗരൻ രാഷ്ട്രപതിയാണെങ്കിൽ രാജ്യത്തിന്റെ ഭരണ നേതൃത്വം വഹിക്കുന്നത് പ്രധാനമന്ത്രിയായിരിക്കും. ഇതുപോലെ ഒരു സംസ്ഥാനത്തിന്റെ മേധാവിത്വം ഗവർണർക്കാണുള്ളതെങ്കിലും സംസ്ഥാനത്തിലെ ഭരണത്തിന്റെ നയപരമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് തന്നെ. ഗവർണർ എന്നത് തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുന്ന ഒരു പദവിയല്ല. കേന്ദ്ര മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിശ്ചയിക്കുന്നത്. സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ് ഗവർണർ. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ഭരണകാര്യങ്ങൾ ഗവർണറെ സഹായിക്കും. 5 വർഷമാണ് ഒരു ഗവർണറുടെ കാലാവധിയെങ്കിലും രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും ഗവർണറെ മാറ്റാൻ കഴിയും. എന്താണ് ഗവർണർ എന്ന പദവിക്ക് പിന്നിലെ ചരിത്രം? ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന കാലത്ത് ഓരോ പ്രവിശ്യകളുടെയും ചുമതല വഹിച്ചിരുന്ന ഉന്നത പദവിയിലിരിക്കുന്ന ആളിനെയാണ് ഗവർണർ എന്ന് അക്കാലത്ത് വിളിച്ചിരുന്നത്. ഓരോ പ്രവിശ്യകൾക്കും ഓരോ ഗവർണർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഗവർണർ പദവി ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. ഫെഡറൽ സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഗവർണർ പദവിയും അദ്ദേഹത്തിന്റെ ഒരു ഓഫീസും വേണമെന്ന തീരുമാനമുണ്ടായി. ഗവർണറെ ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്തെടുക്കണമെന്നാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിൽ പറഞ്ഞത്. ജനങ്ങൾ തന്നെ അവരുടെ ഗവർണറെ തിരഞ്ഞെടുത്താൽ സംസ്ഥാനങ്ങളുടെ താൽപര്യങ്ങൾ മാത്രമായിരിക്കും സംരക്ഷിക്കപ്പെടുന്നത്. ഭാവിയിൽ ഒരു പ്രശ്നം വന്നാൽ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിന്നും വേർപെട്ടു പോകുമെന്ന ആശങ്കയിൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്തു. പിന്നീടാണ് രാഷ്ട്രപതി തന്നെ അപ്പോയിന്റ് ചെയ്യുന്ന രീതിയിലുള്ള കനേഡിയൻ മാതൃക സ്വീകരിക്കുന്നത്. 2 യോഗ്യതകളാണ് ഭരണഘടന അനുശാസിക്കുന്ന ഗവർണർക്കുള്ളത്. 1 ഇന്ത്യൻ പൗരനായിരിക്കണം. 2 35 വയസ്സ് പിന്നിട്ടിരിക്കണം. അങ്ങനെയെങ്കിൽ എന്തെല്ലാമാണ് ഗവർണറുടെ അധികാരങ്ങൾ? നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കാനും നിയമസഭ പിരിച്ചുവിടാനും ഗവർണർക്ക് അധികാരമുണ്ട്. സംസ്ഥാന സർക്കാരിന് ഒരു നിയമം പാസ്സാകണമെങ്കിൽ ആ ബില്ലിൽ ഗവർണർ ഒപ്പിടേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ചില ജുഡീഷ്യൽ അധികാരങ്ങളുണ്ട്. ആരുടെയെങ്കിലും ശിക്ഷയിൽ ഇളവ് നൽകണമെങ്കിൽ ഗവർണർക്ക് അദ്ദേഹത്തിന്റെ പവർ ഉപയോഗിക്കാനാകും. സംസ്ഥാനങ്ങളിലെ ഭരണം മോശമായാൽ സർക്കാരിനെ പിരിച്ചുവിടാനും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും ഗവർണർക്ക് സാധിക്കും. സംസ്ഥാനത്തെ എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലെയും ചാൻസലറാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരവും ഗവർണർക്ക് തന്നെ. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മറ്റ് പ്രധാന ഓഫീസുകളിലെയും അപ്പോയിന്റ്മെന്റുകൾ ഗവർണറാണ് നടത്തുന്നത്. ഇത്രയൊക്കെ ആയിട്ടും ഗവർണർക്ക് സ്വന്തമായ അധികാരങ്ങൾ എടുത്ത് ചെയ്യാനാവുന്നത് വളരെ കുറവാണ്. സംസ്ഥാന മന്ത്രിസഭയുടെ താല്പര്യമനുസരിച്ച് അദ്ദേഹത്തിന് പ്രവർത്തിക്കാനാകൂ. ഗവർണർക്ക് അധികാരങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നും കടമകളാണുള്ളതെന്നുമാണ് ഡോക്ടർ BR അംബേദ്കർ പറയുന്നത്. പ്രസിഡന്റിനെ പോലെ നയതന്ത്രപരവും സൈനികപരമായ അധികാരങ്ങളൊന്നും ഗവർണർക്കില്ല. ഗവർണർക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരവുമില്ല. എന്നാൽ സംസ്ഥാന അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടി പ്രസിഡന്റിന് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. പ്രധാനമായും 2 സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് തന്റെ വിവേചനാധികാരം പ്രയോഗിക്കാം. 1 രാഷ്ട്രപതി ഭരണത്തിന് തീരുമാനമെടുക്കലാണ്. രണ്ടാമത്തേത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യമുണ്ടായാൽ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അധികാരമാണ്. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിൽ ഗവർണറുടെ അധികാരം ഏതുവരെയാകാമെന്നത് കണ്ടു തന്നെ അറിയണം.